ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ റെഡ് കളർ, എല്ലാം റെഡ് കളർ, ചട്ടികളെല്ലാം റെഡായിരിക്കും. ഇപ്പോൾ നോക്കിക്കോണം ഇടാൻ പോകുന്നത്. അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അമ്മക്കിളിയുടെ കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചെടിച്ചട്ടികളെല്ലാം ഹാങ്ങിങ് ചെയ്യാനുള്ളതെല്ലാം നല്ല റെഡിയായി നിൽപ്പുണ്ട്. കുറച്ചൊക്കെ പൂ വന്നു, കുറച്ച് പൂ വരാനുണ്ട്. അപ്പോൾ ഈ പൂ വന്നതും വരാനുള്ളതും എല്ലാം നമുക്കൊന്ന് വീടിന് മുമ്പിൽ ഹാങ് ചെയ്തിടണമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാം കേട്ടോ. ചട്ടിയിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സംഗതി റെഡിയാണിപ്പം. ഇവിടെ എല്ലാ ചെടികൾ റെഡി ആയിരിക്കുവാണ്. ഇപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഫ്രണ്ടിലോട്ടൊന്ന് ഹാങ് ചെയ്ത് വിടാം കേട്ടോ. ഇതിൽ പെറ്റൂനിയുണ്ട്, ജെറോനിയമുണ്ട്, പിന്നെ പിനോനീസ് ഉണ്ട്, പിന്നെന്തോള്ള ഈ വള്ളി പോലെ ഞാൻ കിടക്കുന്നത് ഫ്ലൂറോസിൻ ഗ്രീൻ അല്ല, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ചെടികളുണ്ട് കേട്ടോ, പേരറിയാത്ത കുറേ ചെടികളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കൊണ്ടുപോയി ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. ഇവിടെ ഒരു 4 ഞാത്തിയിട്ടിട്ടുണ്ട്, അവിടെ ഒരു 2 ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ സൈഡിൽ കൊക്കി, ബാക്കി ഈ കൊക്കി ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇവിടുത്തെ ഓരോന്നും ഓരോ രീതികളല്ല. അകത്ത് ഇതിന് സെറ്റപ്പ് കൊടുക്കണമായിരുന്നു. അതിപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കൊക്കി ഇരിപ്പുണ്ട്, പക്ഷേ ഇടാൻ പറ്റുന്നില്ല. ആ സൈഡ് മുഴുവനും പിന്നെ ചെറിയ ചട്ടികൾ ഞാത്തിയിടണം. നമ്മുടെ ടയർ കണ്ടില്ലേ, എല്ലാം നമ്മുടെ റെഡ് കളറാണ്. അതുകൊണ്ട് റെഡ് കോമ്പിനേഷനല്ല. പക്ഷേ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. ഇതൊക്കെ കണ്ടോ, എല്ലാം റെഡാണ്. ഇത് കണ്ടോ, ഇവിടെ വേലി പോലെ വെച്ചിരിക്കുന്ന റെഡ് കളർ. അങ്ങനെ നമ്മുടെ മാക്സിമം ചെടികളും ചട്ടികളും എല്ലാം നമ്മൾ റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിളിക്കും ഇവിടെ എല്ലാവർക്കും അതൊരു പ്രത്യേക താല്പര്യം റെഡിനോട്. അപ്പം അങ്ങനെ റെഡാണ് ഇവിടെ എല്ലാം ഇട്ടിരിക്കുന്നത്. കൊക്കികളുണ്ട്, പക്ഷേ ഇതിലിടാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. അറ്റം മുതൽ കാണിക്കാം ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടക്കമാണ് തുടങ്ങി. എല്ലാം റെഡ് കളറ്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു, എല്ലാം ഞങ്ങളുടെ റെഡ് കളറാണ്. റെഡ് കളറിനകത്ത് ചട്ടിയെല്ലാം ആണെങ്കിലും പൂക്കളും മാക്സിമം എല്ലാം റെഡ്, വയലറ്റ്, വൈറ്റ് ഒക്കെ ആയിട്ടാണ്. ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി അടുത്ത് ഇങ്ങനെ കണ്ട എല്ലാം ഹാങ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചെടിച്ചട്ടികളെല്ലാം പൂക്കൾ കുറേ എണ്ണം വന്നു കേട്ടോ. റെഡ്, വൈറ്റ്, പെറ്റൂനിയ പലതരത്തിലുണ്ട്. അതെല്ലാം വന്നിട്ടുണ്ട്. 2-3 എണ്ണത്തിലൊക്കെ പൂ വന്നിട്ടില്ല. അത് പെറ്റൂനിയ ഇപ്രാവശ്യം കിട്ടിയത് മേലോട്ട് വളരുന്നത്. സാധാരണ നമ്മളിങ്ങനെ താഴോട്ട് ഞാന്ന് കിടന്നാൽ അതിന് കൂടുതൽ ഭംഗി കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയതെല്ലാം മേലോട്ട് നിൽക്കുന്ന കണ്ട. ഇതിങ്ങനെ മേലോട്ട് നിൽക്കുന്ന വൈറ്റ് കണ്ട. പക്ഷേ മറ്റുള്ളതൊക്കെ ഇങ്ങനെ താഴോട്ട് ഞാന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഭംഗി അതായിരുന്നു. നമുക്ക് ചട്ടി കാണാത്ത പോലെ അങ്ങ് പൂക്കും, താഴോട്ട് ഇലയെല്ലാം കൂടെ അങ്ങ് കവറാകും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് മേലോട്ട് നിൽക്കുന്നതുകൊണ്ട് ചട്ടി നല്ല കാണാം. പൂക്കൾ കുറച്ചൊക്കെ ആയി കേട്ടോ. പിന്നെ താഴെ നോക്കാം, ഈ പൂവിൻ്റെ പേര് എനിക്കതിൽ നല്ല രസം. ഇത് 3 കളറുണ്ട് എൻ്റെ കയ്യിൽ. പർപ്പിള്, വെൽവെറ്റ് പർപ്പിള്, പിന്നെ ഒരു യെല്ലോ. വേറെ കുറച്ച് കളറുകൾ കൂടെ ഉണ്ട് കേട്ടോ. അതായത് യെല്ലോ വിത്ത് പർപ്പിള്, യെല്ലോ വിത്ത് വൈറ്റ്, പർപ്പിൾ വിത്ത് വൈറ്റ്, വെൽവെറ്റ് കളർ പർപ്പിള്, പിന്നെ യെല്ലോ വിത്ത് പർപ്പിൾ വിത്ത് വൈറ്റ്, അങ്ങനെ കുറേ കളറുകളുണ്ട് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കും ചെയ്ത് ഇതൊക്കെ കിളുത്ത് വരാൻ ലേറ്റ് ആവും. ആദ്യം ഇച്ചിരി കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മുടെ വിത്തിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് വിത്ത് എടുത്ത് വെക്കുന്നുണ്ട്. എന്നാലും നമുക്ക് തന്നെ കിളിച്ച് വരുന്നതാണെങ്കിൽ അത് നമുക്ക് ഈസിയാണ്. ഈ ടയറിനകത്ത് ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യം ഇതാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. പിന്നെ ജെറോനിയം ഉണ്ട്, പെറ്റൂനിയ ഉണ്ട്. പെറ്റൂനിയ വൈറ്റ് ഉള്ളതാണ്, വൈറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്ലൂറോസിൻ ഗ്രീൻ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന വള്ളി മാതിരി അതുകൊണ്ട്. ഇനി കുറച്ച് തൈയുടെ നിപ്പുണ്ട്, എടുത്ത് വെക്കണം ഇതിനകത്തോട്ട് ഇനി. അങ്ങനെ ഇത്ര ഒക്കെ ആയി നമ്മുടെ ചെടികളെല്ലാം. പിന്നെ മേരി ഗോൾഡ് കുറച്ചേ വെച്ചിട്ടുള്ളൂ ഈ പ്രാവശ്യം. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ. പൂക്കൾ ഇനി വന്നു കഴിഞ്ഞാലേ അതൊരു രസം കാണത്തുള്ളൂ. ഈ പൂവിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇത് ഒരൊറ്റ ട്രിപ്പ് ഒരു 100-150 എണ്ണം വരും, പോകും, കഴിഞ്ഞു. അടുത്ത ഇതുവരെ എന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഇത് ഞാൻ പന്നച്ചെടിയാണെന്ന് പറഞ്ഞ് പറിച്ച് കളഞ്ഞു. അതെനിക്കൊരു അബദ്ധം പറ്റി. പക്ഷേ ഇത് നല്ല പൂവായിരുന്നു. പല കളറും ഉണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു കളറുണ്ട്. കാരണം ഇത് ഞാൻ വേറൊരു വീട്ടിൽ പോയപ്പോൾ ഇതിൻ്റെ പല കളർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പറിച്ച് കളയാതെ നിർത്തിയിരിക്കുന്നത്. ഒരു 3 തൈ ഉണ്ട്. പിന്നെ ഇത് ജമന്തി പോലെ തന്നെ, ജമന്തി അല്ല ഡാലിയയും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇത് നല്ല രസം കേട്ടോ. ഇത് തന്നെ കിളിച്ച് വരും വർഷം. ഈ 2-3 എണ്ണം തന്നെ കിളിച്ച് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇതൊക്കെ അങ്ങ് വെച്ചത്. പിന്നെ റോസപ്പൂ എല്ലാം ഞാൻ നേരത്തെ കാണിച്ചതാണ്. പെറ്റൂനിയ വയലറ്റ് കളർ കണ്ടോ. അത് നിറയെ അടുക്കടുക്കായിട്ട് നമ്മുടെ റോസപ്പൂ പോലെ. ഇതായനമ വയലറ്റ് കളറ് ഇതാ നിറയെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ വരും. പക്ഷേ പെറ്റൂനിയ എന്ന് പറഞ്ഞാൽ സാധാരണ ഒറ്റ ലെയർ 5-6 ഇതിൽ നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ. പക്ഷേ ഈ പെറ്റൂനിയ വന്നിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ടുള്ള, ഞാനത് പ്രാവശ്യം കണ്ട് എനിക്കൊരു ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അതൊരു നല്ല രസമുണ്ട്, നല്ല കളറല്ലേ ഇതിൻ്റെ. പക്ഷേ എല്ലാ കളറും ഉണ്ട് കേട്ടോ. നോക്കാം, ഒരു പ്രാവശ്യം ഓരോന്ന് വാങ്ങിക്കപ്പോൾ വിത്തെടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആകില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വൈറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡ് ചട്ടിയാണ്. റെഡ് അല്ലാത്ത ചട്ടികളൊന്നും ഇല്ല. അവിടെയും 2 ഞാത്തിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പൂവൊന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഊട്ടി റോസ് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ റോസപ്പൂ വന്നുള്ളൂ. ഈ പ്രാവശ്യം 1 വന്നു കഴിഞ്ഞാൽ അടുത്തതിപ്പം 4 മൊട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. എപ്പോഴും ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ വർഷമാണ് പൂക്കാൻ തുടങ്ങിയത്. എനിക്ക് ഒരു പൂവേ വന്നുള്ളല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏതായാലും ഈ പ്രാവശ്യം നിറയെ മൊട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്നും നമ്മളെ വെച്ച വർഷം ആയതുകൊണ്ടാണ് ഒറ്റ പൂവോടുകൂടി നിന്നത്. ഇപ്പം നിറയെ വരുന്നുണ്ട്. പക്ഷേ ഈ ഉറുമ്പൊരീച്ച മാതിരി ഒരു സംഭവം വരുന്നതുകൊണ്ട് അതിനെല്ലാം ഇനിയിപ്പം വിനാഗിരി മിക്സ് ചെയ്ത് ഒഴിക്കണം. നോക്കാം, അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പൂവിൻ്റെ ആ ഒരു നല്ലൊരു ജീവനില്ലാത്ത മാതിരി ആകും. പൂ പിന്നെ ഒരു ബലമില്ലാത്ത പോലെ ആയിപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ റോസപ്പൂ ഇപ്പം നിറയെ പ്രാവശ്യം മൊട്ട് വന്നിട്ടുണ്ട്. പൂ ഞാൻ അടുപ്പിച്ച് കാണിക്കാം കണ്ട. പക്ഷേ ഇത് വിരിയുന്നതിന് ഇപ്പോൾ പല കളറായിട്ട് നമുക്ക് ഡാർക്കായിട്ട് തോന്നും. പക്ഷേ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ട ഈ കളറാണ്. നല്ല രസം. ഇത് തന്നെ കിളിച്ച് വന്നോളൂ. അപ്പോൾ നമുക്കിനി പാടില്ല, അടുത്ത വർഷം തന്നെ കയറി വന്നോളൂ. അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് ചെടികളെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം. അമ്മക്കിളിയുടെ കൂട്ടുകൂടാൻ മറന്നു പോകരുത് കേട്ടോ.